ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ചാർലി കിർക്കിൻ്റെ വൈഫ് എറിക്ക ചാർലി കിർക്കിൻ്റെ മെമ്മോറിയൽ സർവീസിൽ നിന്ന് നടത്തിയ ഒരു അംഗവിക്ഷേപം, അതിൻ്റെ ഒരു അപാകതയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ പ്രേക്ഷകർ പലരും ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ചെയ്ത ആൾ വളരെ ബുദ്ധിയില്ലാത്ത ആളാണ്, ഒത്തിരി തെറ്റായ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് എന്നൊക്കെ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കാനിടയെ തീർന്നു. ചിലർക്കൊക്കെ സങ്കടം, ചാർലി കിർക്കിൻ്റെ വിധവയെ കൊച്ചാക്കാൻ വേണ്ടി എന്തോ കാര്യം ഞാൻ ചെയ്തു എന്ന തരത്തിലായിരുന്നു ആളുകൾ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ആളുകളൊക്കെ ഒത്തിരി ഇമോഷണലാണ്. ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് പോലും ആളുകൾ മനസ്സിലാക്കാൻ, ശ്രദ്ധ കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനിയും എൻ്റെ ഒരു ശീലം പറയാം. ആസാദിയുടെ ന്യൂസുകൾ, പാഠഭേദങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഇമോഷണലായിട്ട് ഒരിക്കലും ഞാൻ ഒരു ന്യൂസ് കൈകാര്യം ചെയ്യത്തില്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിൽ ക്രിസ്തീയ വളർച്ചയാണെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞപ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ അന്വേഷിക്കുവാൻ ശ്രമിച്ചു. നമ്മൾ ഇമോഷണലായിട്ട് വാർത്തകൾ ചെയ്യാതെ സത്യം എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ആളുകൾ എതിര് പറഞ്ഞാലും അതൊരു പ്രശ്നമില്ല. ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാനപരമായ നിലപാട്. ചിലരൊക്കെ പറഞ്ഞു പാസ്റ്റർക്ക് സൈൻ ലാംഗ്വേജിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, രണ്ട് അഭിപ്രായങ്ങളാണ് എറിക്കയുടെ ഈ ഒരു ഗസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. അത് എന്തുമാകട്ടെ, ആ ഗസ്റ്റർ ഐ ലവ് യു എന്നാകട്ടെ അല്ലെങ്കിൽ ഒരു സൈതാനിക് സിംബലാകട്ടെ, എന്തുമാണെങ്കിലും അത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ ആ ചെറിയ ഭാഗം ഒന്ന് കേട്ടാട്ട് അതിനുശേഷം കുറേ കാര്യങ്ങൾ കൂടെ എനിക്ക് പറഞ്ഞു തരണം എന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഐ ലവ് യു എന്ന് പറയുന്ന ആ ഒരു അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ആ ഒരു സിമ്പൽ, അതിന് സൈത്താനിസ്റ്റുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല എന്നാണ് ആളുകൾ വാദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വാദിക്കുന്നത്? കാരണം ഞാനൊരു വീഡിയോ ഇട്ടു, അതായത് എറിക്ക കാണിച്ചത് ആ ഗസ്റ്റർ സൈത്താനിക് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോടെ ഒരു വീഡിയോ ഇട്ടു. അന്നേരം തന്നെ ആളുകൾ പോയിട്ട് ആ ഒരു സിമ്പിൾ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരവെല്ലാം ഇത് ഐ ലവ് യു ആണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാവരും ഇട്ടു, പാസ്റ്റർ ഇത് ഐ ലവ് യു ആണ്, ഇത് ഐ ലവ് യു ആണ്, ഇത് സൈത്താനിക് ഗസ്റ്റർ അല്ല എന്ന ആളുകൾ കമൻ്റ് ഇട്ടു. നിങ്ങൾ ഈ സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ അർത്ഥം കണ്ടാൽ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ആകുന്ന ഐ ലവ് യുവിനെ ഈ പറഞ്ഞതുപോലെ സൈത്താനിക് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരസ്യമായ ഒരു സത്യമാണ്. ആ ഭാഗത്തിലേക്ക് ഞാൻ വരാം, നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിത്തരാം. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കി മാത്രമാണ് എല്ലാ സമയത്തും ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പിന്നെ ഒരു വികാരജീവിയല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാർലി കിർക്കിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ വികാരപരമായിട്ട് എടുക്കും എന്നൊരു നിലപാട് എനിക്കില്ല. ശരിയും തെറ്റും എന്താണോ അത് തുറന്നു പറയുക. ചാർലി കിർക്കിൻ്റെ രക്തസാക്ഷിത്വം, ചാർലി കിർക്കിൻ്റെ ഭാര്യ ആ കുറ്റവാളിയോട് ക്ഷമിച്ചത്, ഇതെല്ലാം നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വീഡിയോ ചെയ്തു എന്നതിൻ്റെ അർത്ഥം അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം തമസ്കരിക്കുക എന്നുള്ളതല്ല. ചാർലി കിർക്കിൻ്റെ ഡോക്ടറിനോട് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സമയമുണ്ടെങ്കിൽ അതും ഞാൻ എടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ടേണിംഗ് പോയിൻ്റ് USA ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. കാരണം അതിനും വ്യക്തമായ കാരണമുണ്ട്. അതെല്ലാം ഇന്ന് ഞാൻ വിശദീകരിക്കാം. എന്നാൽ ആദ്യം ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്ത് പറഞ്ഞിരുന്നതെന്ന് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി. ഒരു പ്രതികരണം എന്ന നിലയിൽ എറിക്ക ആ സ്റ്റേഡിയത്തിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കരമുയർത്തുന്നു. പക്ഷെ കരമുയർത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു യോയോ സിമ്പൽ അല്ലെങ്കിൽ ഒരു സൈത്താനിക് ഹോൺ, അതാണ് എറിക്ക കാണിക്കുന്നത്. സൈത്താനിക് വർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സിമ്പൽ, ഈ കാലത്ത് യൗവനക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു സിമ്പലാണ് ഈ എറിക്ക കാണിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി വിവാദമായി തീർന്നു. എറിക്ക അറിഞ്ഞുകൊണ്ടാണോ ഇത് കാണിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം ഇതില്ല. മറ്റു ചിലർ പറയുന്നത് എറിക്ക കാണിച്ചത് അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഐ ലവ് യു എന്ന ഒരു സൈനാണ് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്താണെങ്കിലും ഈ തർക്കം ഇങ്ങനെ നടക്കുകയാണ്. എറിക്ക ആ ക്രൗഡിനെ നോക്കി ഐ ലവ് യു ആണോ കാണിച്ചത് അതോ സൈത്താനിക് ഹോൺ ആണോ കാണിച്ചത് എന്ന് ഉള്ള തർക്കം തുടരുകയാണ്. എന്താണെങ്കിലും ഐ ലവ് യു ആണെങ്കിലും സൈത്താനിക് ഹോൺ ആണെങ്കിലും നേരിയ വ്യത്യാസം മാത്രമാണ് ഈ സൈൻ ലാംഗ്വേജുകൾക്ക് തമ്മിൽ ഉള്ളത്. അത്തരം ഒരു ഗസ്റ്റർ
എറിക്ക അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വലിയൊരു വിവാദമായി, ഒരു തെറ്റിദ്ധാരണയായി പടർന്ന് പിടിക്കുകയാണ്. പ്രത്യേകിച്ചും ചാർലി കിർക്ക് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സന്ദേശം, ആ സന്ദേശം സാത്താന്യമാകുന്ന, ഇവിൾ ആകുന്ന എല്ലാത്തെയും എതിർക്കുന്നതായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗസ്റ്റർ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ എതിരാളികൾ മുതലെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൗവനക്കാരായ പല കുട്ടികളും അറിയാതെ തന്നെ ഇത്തരം സാത്താന്യമാകുന്ന സിംബലുകളെ അവരുടെ ചേഷ്ടകളിൽ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും അത് സാത്താനെ വാഴ്ത്തിപ്പാടുന്ന, സാത്താനെ സ്തുതിക്കുന്ന വാചകങ്ങളാണെന്ന് അവർ തന്നെ അറിയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ എൻ്റെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് ഇത് ഐ ലവ് യു സൈൻ ആണെങ്കിലും സൈത്താനിക് സൈൻ ആണെങ്കിലും ആ ഒരു ഗസ്റ്റർ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഈ പറഞ്ഞ ചാർലി കിർക്കിൻ്റെ മരണത്തിലൂടെ കിട്ടിയ ഒരു ഉണർവിനെ ഒക്കെ എതിർപക്ഷത്തിന്, ശത്രുവിന് വില കുറച്ച് കാണിക്കുവാൻ ഇതൊരു ആയുധമായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വീഡിയോയുടെ കമൻ്റ് ഇട്ടവരിൽ ചിലരൊക്കെ പറഞ്ഞു നിങ്ങളെന്തിനാണ് ആളുകളെ കുറ്റം പറയുന്നത്. അവർക്ക് തോന്നി ഇത് ഞാൻ കണ്ടുപിടിച്ച എന്തോ ഒരു സംഭവമാണ്, ഫിന്നി പാസ്റ്ററാണ് ഇങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടൊരു ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയല്ല അതിൻ്റെ വാസ്തവം. ഇത് വളരെയധികം ആളുകൾ വീഡിയോകളിലൂടെ ചാർലി കിർക്കിൻ്റെ ഭാര്യ സൈത്താനിക് ഗസ്റ്റർ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ, 1-2 വീഡിയോ ഒന്നുമല്ല കേട്ടോ, എത്ര ഷോർട്സ് തന്നെയാണെന്നറിയാമോ. അങ്ങനെ എത്രയോ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലാകട്ടെ മറ്റ് വീഡിയോകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എല്ലാം പറയുന്നത് ചാർലി കിർക്കിൻ്റെ ഭാര്യ സൈത്താനിക് സിംബൽ കാണിച്ചു. അപ്പോൾ നിങ്ങൾ പറയാം ഐ ലവ് യു പാസ്റ്ററെ, പറയാൻ വരട്ടെ, ഐ ലവ് യു ആയിരിക്കാം അവർ കാണിച്ചത്. പക്ഷേ ആ സിംബലിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട്. അതായത് സൈത്താനിക് ഹോൺ എന്ന് പറയുന്ന സിംബൽ കാണിക്കുമ്പോൾ തള്ളവിരൽ മടക്കി പിടിച്ചുകൊണ്ടാണ് കാണിക്കുന്നതെന്നും തള്ളവിരൽ നൂർത്ത് പിടിച്ച് കാണിച്ചാൽ അത് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ഐ ലവ് യു ആണെന്നും ഇത് ഈ വീഡിയോ ഉണ്ടാക്കിയവർക്കെല്ലാം അറിയാം, അമേരിക്കക്കാർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ആളുകളാണ് ഈ വിവാദം ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും, അതായത് ടൈംസ് നൗ, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ് പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു വളരെ കാര്യമായിട്ട്. ചാർലി കിർക്കിൻ്റെ വൈഫിൻ്റെ ആ ഒരു ഹാൻഡ് ഗസ്റ്റർ വിവാദമുണ്ടാക്കുന്നു എന്ന പേരിൽ ഒരു വാർത്ത ചെയ്തു. ആ വാർത്തയാണ് നമ്മുടെ ചാനലിലും ഞാനും ചെയ്തത്. എന്താണ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ആ വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത്, ഹീ ദെൻ പോയിന്റഡ് up towards a large photo of her husband and Turning Point USA founder. It was then, ഇവിടെ പറയുന്നത്, it was then that Erica made a hand gesture extending her index thumb and pinky fingers while folding the middle and ring fingers down, leaving social media users confused. ഈ കൺഫ്യൂഷനെ കുറിച്ചാണ് ഞാൻ എൻ്റെ വാർത്തയിൽ പറഞ്ഞത്. അതായത് ഈ കാണിച്ചത് ഐ ലവ് യു ആണെന്ന് നമ്മൾ ഈ സെർച്ച് ചെയ്താൽ കിട്ടും, സംഭവം ശരി തന്നെ. പക്ഷേ പോപ്പുലർ കൾച്ചറിൽ ഇത് ഐ ലവ് യു മാത്രമല്ല ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കണം. അതായത് തള്ളവിരൽ മടക്കിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത് സൈത്താനിക് ഹോൺ അല്ല എന്ന് വാദിക്കുന്നവരോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒരു വ്യക്തി ചോദിച്ചു, വൺ പേഴ്സൺ ആസ്ഡ്, ഗോർക്കിനോട് ഒരാൾ ചോദിച്ചു, അതായത് എലോൺ മസ്കിൻ്റെ AI സംവിധാനമാണ്, ഈ ഗസ്റ്ററെ, എറിക്ക കിർക്ക് കാണിച്ച ഈ ഗസ്റ്റർ എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് എലോൺ മസ്കിൻ്റെ ഗോർക്ക് പറഞ്ഞത് വിചിത്രമായ ഒരു ഉത്തരമാണ്. എലോൺ മസ്കിൻ്റെ ഗോർക്ക് പറഞ്ഞത് ഇത് 47 എന്ന നമ്പറാണ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രംപ്സ് പ്രസിഡൻസി. അതായത് ട്രംപ് 47ാമത്തെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് 47 എന്ന നമ്പറാണ് ഈ പറഞ്ഞ എറിക്ക കാണിച്ചതെന്നാണ് ഗോർക്ക് ചിലരോട് പറഞ്ഞു കൊടുത്തത്. മറ്റ് ചിലർ അതർ സീ ഇറ്റ് ആസ് ദ റോക്ക് ഓൺ ഓർ ഹോൺ സൈൻ, മറ്റ് ചിലർ ഇതിനെ റോക്ക് ഓൺ അല്ലെങ്കിൽ ഹോൺ സൈനായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടത്. അതായത് ഇവിടെ ഒരു കമൻറ്റ് കൊടുത്തിരിക്കുന്നു, സോറി ബട്ട് വൈ ഡിഡ് എറിക്ക മേക്ക് ദ ഡെവിൾ ഹോൺ ഹാൻഡ് ഗസ്റ്റർ അറ്റ് ദ എൻഡ് വിത്ത് ട്രംപ്? ഐ വാച്ച് ദ NTR മെമ്മോറിയൽ ആൻഡ് തോട്ട് ഇറ്റ് വാസ് വെരി ഹാർട്ട് ഫെൽറ്റ് ആൻഡ് സ്പീച്ചസ് were moving, but why that from her? It was not a rock concert. I am truly perplexed. Another person asked on X platform, formerly known as Twitter. ട്വിറ്ററിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിൽ ഒരു യൂസർ ചോദിച്ച ചോദ്യം അതുപോലെ ഹിന്ദുസ്ഥാൻ ടൈംസ് എടുത്തിട്ടിരിക്കുകയാണ്. സോറി, ക്ഷമിക്കണം, എന്തിനാണ് എറിക്ക അങ്ങനെ ഒരു ഡെവിൾ ഹോൺ കാണിച്ചത്?
ഇപ്പോൾ ഈ കമൻ്റൊക്കെ എഴുതിയിരിക്കുന്നത് ഫിനിപ്പാസ്റ്ററെ പോലെ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും അല്ല, അമേരിക്കക്കാരാണ്, അമേരിക്കൻ സൈൻ ലാംഗ്വേജ് അറിയാവുന്നവരാണ്. അവർ ചോദിക്കുക, എന്തിനാണ് എറിക്ക ഈ പറഞ്ഞ ഡെവിൾ സോൺ കാണിച്ചത്? അബദ്ധം പറ്റിയതാണോ? അറിയാത്തത് കൊണ്ടാണോ? എറിക്ക കാണിച്ചത് ഐ ലവ് യു സൈൻ ആണെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആ സൈൻ ഐ ലവ് യുവിന് വേണ്ടി മാത്രമല്ല പോപ്പുലർ കൾച്ചറിൽ ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഈ പറഞ്ഞ ഡെവിൾസ് ഹോൺ 3-4 തരത്തിൽ കാണിക്കുന്ന രീതിയുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പോപ്പുലറായിട്ട് നമുക്കറിയാവുന്ന തള്ളവിരൽ മടക്കി റിങ് ഫിംഗറും നടുക്കത്തെ ഫിംഗറും മടക്കിക്കൊണ്ട് ബാക്കി 2 ഫിംഗറും ഉയർത്തി, പിങ്കി ആൻഡ് ചെറുവിരലും അതുപോലെ തന്നെ മോതിരവിരലും ഉയർത്തിക്കൊണ്ട് കാണിക്കുന്നൊരു സൈൻ. അതുകൂടാതെ തന്നെ ഈ എറിക്ക കാണിച്ച അതേ സൈൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ അതും ഡെവിൾസ് ഹോണാണ്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ ഐ ലവ് യു സൈൻ തന്നെ ഡെവിൾസ് ഹോണായിട്ട് തന്നെ പലരും കാണിക്കുന്നു. എന്താണെങ്കിലും ഈ സൈൻ ഐ ലവ് യു ആണെന്ന് എറിക്കയ്ക്ക് അറിയാം, ഈ സൈൻ ഐ ലവ് യു ആണെന്ന് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്കും മനസ്സിലായി. പക്ഷേ ഈ സൈനിന് മറ്റൊരു അർത്ഥവും ഇന്ന് പോപ്പുലർ കൾച്ചറിൽ ഉള്ളതുകൊണ്ട് ഇത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഈ പറഞ്ഞ ചാർലി കിർക്കിൻ്റെ ആശയങ്ങളെ എതിർക്കുന്നവർക്ക് ആ ഒരു പ്രസ്ഥാനത്തെ എറിക്കയെ അടിക്കാൻ അതൊരു വടിയായി കിട്ടി. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും ഇത് സത്യമായ കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാട്ടുതീ പോലെ ഈ ഒരു വിവാദം പടർന്ന് എറിക്ക കാണിച്ചത് ഐ ലവ് യു അല്ല, ഡെവിൾസ് ഹോൺ തന്നെയാണെന്ന് ലോകത്തിലുള്ള എല്ലാവരെ കൊണ്ടും വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു വിവാദം ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. 2015 പോപ്പ് ഫ്രാൻസിസ്, കാത്തലിക് ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ പോപ്പ് ഫ്രാൻസിസ് 2015 ഇതുപോലെ തന്നെ ഒരു ഐ ലവ് യു കാണിച്ചു. അന്നും ഇത് വലിയ വിവാദമായതാണ്. എറിക്കയല്ല, പോപ്പ് കാണിച്ചപ്പോൾ പോപ്പ് കാണിച്ചത് ഡെവിൾസ് ഹോൺ ആണെന്ന് പറഞ്ഞൊരു വലിയ വിവാദമുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ചിത്രം ഇങ്ങനെ പൊന്തി വരുവാൻ തുടങ്ങി, അതായത് പോപ്പ് ഈ ചിത്രം കാണിക്കുന്നത്. അപ്പോഴെല്ലാം കാത്തലിക് ന്യൂസ് ഏജൻസികൾ ഇത് ഡെവിൾസ് ഹോൺ അല്ല, പോപ്പ് കാണിച്ചത് ഐ ലവ് യു ആണെന്നുള്ള വിശദീകരണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 തെളിവ് നിങ്ങൾക്ക് തരാം. അതായത് പോപ്പുലർ കൾച്ചറിൽ ഇന്ന് ഐ ലവ് യു എന്ന് പറയുന്ന അതേ സൈൻ തന്നെ സെയ്ത്താനിക് ഹോണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സെയ്ത്താനിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വാദിച്ചതിനെ നന്നാക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വരും വരാഴികകൾ, അത് നിമിത്തമുണ്ടാകുന്ന കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. എറിക്ക സൈൻ ലാംഗ്വേജ് കാണിക്കാൻ പോയത് വലിയ അബദ്ധമായി എന്നുള്ളതാണ് സത്യം. കാരണം ഈ പറഞ്ഞ വലിയൊരു മൊമെൻറ്റിനെ ആ ഒറ്റ ഗസ്റ്റർ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വികാരപരമായിട്ടല്ല ഈ വിഷയങ്ങളെ കാണുന്നത്. കാരണം വികാരം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ശരിയായിട്ട് നമ്മുടെ വിവേചന ബുദ്ധി കൊണ്ട്, നമ്മുടെ വിവേകം കൊണ്ട് ആ സംഭവം കൊണ്ടുണ്ടായ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കണം, അതിനെ നമ്മൾ വിവേചിക്കണം. അങ്ങനെ മാത്രമേ കാര്യങ്ങളെ കാണുവാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ 3 തെളിവ് നിങ്ങൾക്ക് തരാം. ഈ പറഞ്ഞ ഐ ലവ് യു സൈൻ സെയ്റ്റാനിക് ഗസ്റ്റർ ആണെന്ന് തെളിയിക്കുന്ന 3 തെളിവുകൾ. ഷട്ടർലോക്ക് എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. ഷട്ടർലോക്ക് സൈറ്റ് പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്ന, പിക്ചറുകൾ നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കുവാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ആളുകളുടെ എടുത്തിരിക്കുന്ന പിക്ചർ അവർ അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അവരത് വിൽക്കും. ഇതാണ് സൈറ്റ്. ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ നോക്ക്, നിങ്ങൾ പറയുന്ന ഐ ലവ് യു സൈനാണ്. പക്ഷേ ഈ ഐ ലവ് യു സൈനിന് ആ പിക്ചർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കിത് സ്ക്രീനിൽ വ്യക്തമായി കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. മെൻസ് ഹാൻഡ് ഗസ്റ്റർ റോക്ക് ആൻഡ് റോൾ ഹെവി മെറ്റൽ ഡെവിൾസ് ഹോൺ ഗസ്റ്റർ ഓർ ഐ ലവ് യു ഓൺ ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ, വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്ന ഈ പിക്ചർ, ഇത് ഐ ലവ് യു പിക്ചറാണ്, അതോടൊപ്പം തന്നെ ഡെവിൾസ് ഹോണുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഈ ഐ ലവ് യു മാത്രമല്ല ഈ പറഞ്ഞ പിക്ചറിൻ്റെ ഇന്നത്തെ പോപ്പുലർ കൾച്ചറിലെ ഉപയോഗമെന്ന് ഒന്നാമത്തെ തെളിവ്. ഷട്ടർലോക്ക് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാമല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ്, ഇമേജസ് വിൽക്കുന്ന ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഫോട്ടോസ് വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പിക്ചർ, ഈ പിക്ചർ എനിക്ക് കാണിക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം അത്രയ്ക്ക് വികൃതമായ ഒരു സൈറ്റാനിക് പിക്ചറാണ്. ഇതൊരു റോക്ക് സ്റ്റാർ, ഒരു റോക്ക് ലെജൻഡ് എന്ന് വിളിക്കുന്ന ആളുടെ ഒരു പിക്ചറാണ്. ജിനെ സൈമൺസ് എന്ന് പറയുന്ന ആളാണ് ഇയാൾ. ഇയാളുടെ പ്രത്യേകത എന്താണെന്നറിയാം, ഇയാൾ ഒരിക്കൽ ഈ ഡെവിൾസ് ഹോൺ എന്ന് പറയുന്ന ഈ ഗസ്റ്ററിന് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ പേറ്റൻറ്റ് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്ത ആളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത്
ഐ ലവ് യു സൈനിനെ കുറിച്ച് തന്നെ. അതായത് ഡെവിൾസ് ഹോണും ഐ ലവ് യു ഒന്നെന്ന് തെളിയിക്കാൻ വേണ്ടി പോപ്പുലർ കൾച്ചറിൽ ഇന്ന് അതിൻ്റെ മീനിങ് ഒന്നാണെന്നും അതിൻ്റെ ഉപയോഗം ഒന്നാണെന്നും തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പിക്ചർ. ഞാനിത് ഡേറ്റ എടുത്തിരിക്കുന്ന BBC എന്ന് പറയുന്ന വിശ്വപ്രശസ്തമാകുന്ന ന്യൂസ് ഏജൻസിയിൽ നിന്നാണ്. അവരുടെ ഒരു വാർത്തയാണ്. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ജെനെ സൈമൺ ടു ട്രേഡ് മാർക്ക് ഡെവിൾ ഹോൺസ് ഗസ്റ്റർ. ഈ ജെനെ സൈമൺ ഡെവിൾ ഹോൺ ഗസ്റ്ററിനെ പുള്ളിയുടെ ബൗദ്ധിക സ്വത്താക്കി ട്രേഡ് മാർക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു. റോക്ക് ലെജൻഡ് ജെനെ സൈമൺ വാണ്ട്സ് ടു ട്രേഡ് മാർക്ക് ദ ഡെവിൾ ഹോൺ ഗസ്റ്റർ. ഞാനിത് കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിലും ഇതേ വാർത്ത വായിച്ചിരുന്നു. അതായത് 1974 ആദ്യമായിട്ട് തൻ്റെ റോക്ക് സ്റ്റേജിൽ താൻ പെർഫോം ചെയ്യുമ്പോൾ താൻ കാണിച്ച ഐ ലവ് യു സൈൻ അത് ഡെവിൾസ് ഹോണാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് അത് സ്റ്റേജിൽ കാണിച്ചതുകൊണ്ട് തനിക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് കിട്ടണം, അതിൻ്റെ പേറ്റൻറ്റ് തനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈ പറഞ്ഞ ഡെവിൾസ് ഹോണ് തള്ളവിരൽ മടക്കി പിടിക്കുന്നത് പലരും സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ റോക്ക് ലെജൻഡ് ജെനെ സൈമൺസ് പറയുകയാണ്, അതിനെ അല്പം വ്യത്യാസം വരുത്തി ഐ ലവ് യു സൈൻ എന്ന് പറയുന്ന അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ അതേ സൈനിനെ ഡെവിൾസ് ഹോൺ ആക്കി ആദ്യമായിട്ട് സ്റ്റേജിൽ കാണിച്ചത് താനാണ്. അതുകൊണ്ട് അതിൻ്റെ പേറ്റൻറ്റ്, അതിൻ്റെ ട്രേഡ് മാർക്ക് തനിക്ക് വേണം എന്ന് താൻ അവകാശപ്പെട്ടുകൊണ്ട് അപേക്ഷിക്കുവാനിടയായി തീർന്നു. ഇത് കുറേ നാളുകൾ ഈ പറഞ്ഞ ശ്രമം നടന്നു. എന്നാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഈ ട്രേഡ് മാർക്ക് പാസ്സാക്കി കിട്ടിയില്ല. അങ്ങനെ ട്രേഡ് മാർക്ക് അദ്ദേഹത്തിന് കൊടുക്കാത്തതിന് കാരണം ഈ സൈൻ അദ്ദേഹം അവകാശപ്പെട്ടു ഇത് ഡെവിൾസ് ഹോണാണ്. അദ്ദേഹം 1974 ആദ്യമായിട്ട്, അതായത് ഇന്നത്തേക്ക് ഒരു 51 വർഷം മുമ്പ് ആദ്യമായിട്ട് ഈ ഐ ലവ് യു സൈൻ ഡെവിൾസ് ഹോണായിട്ട് സ്റ്റേജിൽ കാണിച്ചു. അതുകൊണ്ട് ആ സൈൻ തനിക്ക് ഡെവിൾസ് ഹോണാക്കി തൻ്റെ ട്രേഡ് മാർക്കാക്കി തൻ്റെ ബൗദ്ധിക സ്വത്ത് ആക്കി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയും, തൻ്റെ ബൗദ്ധിക സ്വത്താക്കി തനിക്ക് കൊടുക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അമേരിക്കൻ സൈൻ ലാംഗ്വേജിൽ ഐ ലവ് യു എന്ന ഒരു അർത്ഥം കൂടെ അതിനുള്ളതുകൊണ്ട് ട്രേഡ് മാർക്കുകാർ ഇദ്ദേഹത്തിന് ആ ട്രേഡ് മാർക്ക് തൻ്റെ ബൗദ്ധിക സ്വത്തായി അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? രണ്ടാമത്തെ തെളിവ്, ഒന്ന് ഞാൻ ഷട്ടർ ലോക്കിൽ നിന്ന് ഒരു തെളിവ് കാണിച്ചു. ഇവിടെ രണ്ടാമത്തെ തെളിവ് ഞാൻ കാണിച്ചത്, അതായത് റോക്ക് ലെജൻഡ് ജെനെ സൈമൺസ് നടത്തിയ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് അപേക്ഷയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ഗസ്റ്റർ അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഐ ലവ് യു ആയിരിക്കുമ്പോൾ തന്നെ ഈ ഗസ്റ്റർ ഈ പറഞ്ഞ റോക്ക് സ്റ്റാർ സൈത്താനിക് ഹോൺ എന്ന നിലയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വിക്കിപീഡിയ പറഞ്ഞതുപോലെ ഇന്നും പലരും ഈ രണ്ട് ഗസ്റ്ററും ഒരുപോലെ സൈത്താനിക് ഹോൺ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ എറിക്ക കിർക്ക് ഇത് കാണിച്ചപ്പോൾ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം ഐ ലവ് യു എന്ന അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഹെലൻ കെല്ലറാണ് ഈ സൈൻ ലാംഗ്വേജ് നിർമ്മിച്ചതെന്ന എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ ആ സൈൻ ലാംഗ്വേജിലെ ഈ പർട്ടിക്കുലർ ഗസ്റ്ററിനെ സെയ്ത്താനിസ്റ്റുകൾ വ്യാപകമായിട്ട് സെയ്ത്താനിക് ഹോണായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അത് പാം തിരിച്ചു പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് സെയ്ത്താനിക് ഹോണാകും എന്ന് അവരുടെ പോപ്പുലറൈസ് ചെയ്ത ഒരു ഈ സെയ്ത്താനിക് ഹോണിൻ്റെ സൈൻ തന്നെ ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ തെളിവ്. അപ്പോൾ ആ ചിത്രം നിങ്ങൾ കണ്ടല്ലോ, അതായത് ആരാണിത്? ഈ പറഞ്ഞ റോക്ക് സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇതും മറ്റൊരു റോക്ക് സ്റ്റാറിനെ കുറിച്ചാണ്. അതായത് ഈ പറഞ്ഞ സെയ്ത്താനിക് ഹോൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഐ ലവ് യു അല്ല, തളവിരൽ മടക്കിയ സെയ്ത്താനിക് ഹോൺ എന്ന് പറയുന്ന ആ ഒരു ചിഹ്നത്തെ അമേരിക്കൻ കൾച്ചറിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത മറ്റൊരു റോക്ക് സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ പേര് റോണി ജെയിംസ് ഡിയോ എന്നാണ്. റോണി ജെയിംസ് ഡിയോയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുവാനിടയായിട്ടുണ്ട്, അദ്ദേഹവുമായിട്ടുള്ള ചില ചോദ്യോത്തരങ്ങൾ. റോണി ജെയിംസ് ഡിയോയുടെ ആളുകൾ ചോദിച്ചു, നിങ്ങളാണോ ഈ സൈൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കാണിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഈ സൈൻ തുടങ്ങിയത്, പക്ഷേ ഈ സൈൻ പോപ്പുലറൈസ് ചെയ്തത് ഞാനാണ്. പിന്നെ എനിക്ക് ശേഷം പല ആളുകളും ഈ സൈൻ കാണിച്ചിട്ടുണ്ട്. ഏത് സൈനാണ്? ഈ പ്യുവർ ഡെവിൾസ് ഹോൺ സൈൻ, അതായത് തള്ളവിരൽ മടക്കിക്കൊണ്ടുള്ള സൈൻ. എന്നാൽ നിങ്ങൾ കേൾക്കണം, ഈ റോണി
ജെയിംസ് ഡിയോ ഇദ്ദേഹം പല സന്ദർഭങ്ങളിൽ തള്ളവിരൽ മടക്കാതെ തള്ളവിരൽ നോർത്തുള്ള ഐ ലവ് യു സൈൻ തന്നെ ഇതേ ഉപയോഗത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചിരുന്നു. അതായത് സൈത്താനിക് ഹോണിനെ കാണിക്കാൻ വേണ്ടി ഇതേ വ്യക്തി തന്നെ ഉപയോഗിച്ചിരുന്നു. മൂന്നാമത്തെ തെളിവ്, റോണി പറഞ്ഞത് തൻ്റെ ലാറ്റിൻ അമേരിക്കക്കാരിയാകുന്ന ഗ്രാൻഡ് മദർ ലാറ്റിൻ അമേരിക്കയിലെ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ കണ്ണ് കെട്ടുക എന്ന് പറയത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കരിങ്കണ്ണന്മാരുടെ കണ്ണിനെ അകറ്റാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സൈനാണിത്. അതുകൊണ്ടാണ് താൻ ഈ സൈൻ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ 3 തെളിവുകൾ തന്നു. ഈ പറഞ്ഞ ഗസ്റ്ററിന് ഐ ലവ് യു എന്ന് മാത്രമല്ല മീനിങ്, ഈ ഗസ്റ്ററിന് ഒന്നിലധികം മീനിങ്ങുകളുണ്ട്. ഇന്ന് പോപ്പുലർ കൾച്ചറിൽ ഈ ഗസ്റ്റർ ഒരു സൈത്താനിക് ഗസ്റ്ററായിട്ട് തന്നെ കണക്കാക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരം സൈൻസ് കാണിക്കരുത് എന്ന ഒരു സന്ദേശം കൊടുക്കാനാണ് കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്തതിനൊക്കെ ഇടപെടുന്നത്? ഇത് അവയർനെസ്സാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ സൈത്താനിക് ഹോണ് കാണിക്കുന്നവരുണ്ട്. സൈത്താനിക് ഹോണ് സ്റ്റേജിൽ കാണിച്ച പാസ്റ്ററെ എനിക്കറിയാം. മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർ, അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ആളുകളെ അനുഗ്രഹിക്കാൻ സൈത്താനിക് ഹോണ് കാണിച്ചു. അദ്ദേഹം ഓർത്ത് ഇത് ഇപ്പോൾ ഈ ജെൻ സി കാണിക്കുന്ന ഒരു സൈനല്ലേ, അപ്പോൾ നമ്മുടെ വിശ്വാസികൾ ഓർത്തോട്ട് മധ്യവയസ്കനായ പാസ്റ്ററും ജെൻ സി ആണെന്ന് ഓർത്തുകൊണ്ട് കാണിച്ചതാണ്. അപ്പം ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഈ പല ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇത് ഐ ലവ് യു കേട്ടോ, ഞാനും ഐ ലവ് യു കാണിക്കാമെന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് നമ്മുടെ ആളുകൾ ഇത് കൈവൊക്കി കാണിക്കും. അങ്ങനെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ഇതിന് ഐ ലവ് യു എന്ന് മാത്രമല്ല അർത്ഥം, ഇതിനപ്പുറവും അർത്ഥമുണ്ട്. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, യാതൊരു കുഴപ്പമില്ല. ചിലർ എന്നോട് ചോദിച്ചു, നിന്നെ വിളിച്ച വിളി മാത്രം ചെയ്താൽ പോരെ, എന്നെ വിളിച്ച വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ദൈവമക്കൾക്ക് തെറ്റുവരാതെ അവരെ ഉപദേശിക്കാൻ ദൈവദാസൻ സമർത്ഥനായിരിക്കണം. വേദപുസ്തകം മാത്രം പഠിപ്പിക്കുന്നതല്ല ദൈവദാസൻ്റെ ഉത്തരവാദിത്വം. ചുറ്റുമെന്താ നടക്കുന്നത്, ഇതിൽ പോയി നീ വീഴല്ലെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവദാസൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പ്രസംഗിക്കും. നിങ്ങളിടുന്ന ടീഷർട്ട് അതിലുള്ള പിക്ചർ എന്താണെന്ന് നോക്കണം. ഇന്നത്തെ കാലത്ത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പല ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് സൈത്താനികമായ മീനിങ് ഉണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൊച്ചുകുട്ടി ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. ഐ എം എ ലിറ്റിൽ ഡമൺ എന്നായിരുന്നു ടീഷർട്ടിൽ എഴുതിയിരുന്നത്. ഞാൻ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ വിളിച്ച് വഴക്ക് പറഞ്ഞു. കാരണം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇടുന്ന ടീഷർട്ട് ഐ എം എ ലിറ്റിൽ ഡമൺ എന്നുള്ള ടീഷർട്ടിലുള്ള കുഞ്ഞിൻ്റെ മേൽ പിശാചിൻ്റെ അവകാശം ഉണ്ടാകും. അതൊക്കെ ഒരു പക്ഷേ ഈ സെക്കുലർ ബുദ്ധി തലേക്കേറിയവർക്ക്, ഗൂഗിൾ ബുദ്ധി തലേക്കേറിയവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരായ ഞങ്ങൾക്കറിയാം, വചനം പഠിപ്പിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇത് സഭാജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? അതോ പിന്നെ ഈ പറഞ്ഞ വികാരജീവികളായിട്ട് എല്ലാത്തിനും സ്തോത്രവും ഗ്ലോറിയും പറഞ്ഞ് എറിക്കാക്കിർക്ക് ഇത്രയും നല്ലൊരു ധീര വനിതയല്ലേ, അവരെ കുറ്റം പറയാമോ എന്ന് പറഞ്ഞ് മാറി നിൽക്കണോ? അവർ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഗസ്റ്റേഴ്സ് മറ്റുള്ളവർ ഫോളോ ചെയ്യും. അങ്ങനെ അബദ്ധം പറ്റരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യതമാണ്. അത് നമുക്കിപ്പോൾ ഒരാളോട് ഇഷ്ടപ്പെട്ടു, സ്നേഹമുണ്ടെന്ന് കണ്ട് ഈ അന്ധമായിട്ട് ഒന്നിനെയും നമ്മൾ പിന്തുണയ്ക്കരുത്. അത് അപകടമാണ്. അത് ഇന്നത്തെ ഒരു പ്രശ്നം അതാ കേട്ടോ. ആളുകൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ധമായിട്ട് ഒരു അടിമയെപ്പോലെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. ഞാൻ ആർക്കും അടിമയല്ല, നിങ്ങൾക്ക് അടിമയാകാം, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇത്തരം കാര്യങ്ങൾ ദൈവമക്കളോട് പറഞ്ഞു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അതായത് ഈ ഐ ലവ് യു സൈൻ ഇന്ന് പോപ്പുലർ കൾച്ചറിൽ ഐ ലവ് യു സൈനായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതായത് ഇതിന് മറ്റ് പല മീനിങ്ങുമുണ്ട്. സൈത്താനിസ്റ്റുകളുടെ ഇടയിൽ ഇത് പോപ്പുലറാണ്. അവരുടെ കൺസേർട്ടുകളിൽ അവർ വിരൽ മടക്കി പിടിച്ചു മാത്രമല്ല, വിരൽ നൂർത്തു പിടിച്ചു അവർ കാണിക്കുന്നു. കാരണം സൈത്താൻ എപ്പോഴും തനിക്ക് ഗ്ലോറി കിട്ടുന്ന ഒരവസരവും പാഴാക്കത്തില്ല. ഇവിടെ ചാർലി കിർക്കിൻ്റെ മരണാനന്തര സർവീസിലും സൈത്താൻ അവസരം മുതലെടുത്തു. ഇടയ്ക്ക് കാണിച്ചത് ഐ ലവ് യു ആണ്. അങ്ങനെ തന്നെ അവർ കാണിച്ചതങ്ങ് വെച്ചു. മറ്റതൊന്നും അവർ കാണിക്കുന്നത് ഞാൻ പറയത്തില്ല. അവർ സൈത്താനിസ്റ്റാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അവർ കാണിച്ച ഗസ്റ്ററിനെ സൈത്താൻ തൻ്റേതാക്കി മാറ്റി ലോകം മുഴുവൻ ക്രെഡിറ്റ് എടുത്തു, ഹൈജാക്ക് ചെയ്തു. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കിട്ടേണ്ട മഹത്വം അവൻ പിടിച്ചെടുത്തെന്നർത്ഥം. വിവാദമാക്കിയില്ലേ? ചെറിയ വിവാദമാണോ? ഞാൻ പറഞ്ഞല്ലോ, പോപ്പിനെതിരെ പോലും ഈ വിവാദമുണ്ടായി. പോപ്പിനെതിരെ തന്നെയല്ല, ഈ കഴിഞ്ഞിടയ്ക്ക് മറ്റ് പല ആളുകൾക്കെതിരെയും ഈ ഐ ലവ് യു സൈൻ കാണിച്ചിട്ട് അവർ കുടുങ്ങിയ വിവാദ വിഷയങ്ങൾ നെറ്റിൽ നിങ്ങൾക്ക് കിട്ടും. കൺഫ്യൂഷനായ വിഷയങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇത് ആരും പറയരുത് ഇത് ഐ ലവ് യു മാത്രമാണ്, ഇങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകുമെന്ന് ചിന്തിച്ചില്ല എന്നൊന്നും പറയരുത്. ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇതൊരു കൺഫ്യൂഷൻ സൈനാണ്. അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള സൈൻ അവോയ്ഡ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലിപ്പിൽ ഞാൻ പറയുന്നുണ്ട് വി ഫോർ വിക്ടറി പോലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വി സൈൻ കാണിക്കത്തില്ലേ? ഈ പറഞ്ഞ
ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ അതിനെപ്പോലും എതിർക്കുന്ന വ്യക്തിയാണ്. കാരണം അതിൻ്റെ പിന്നിലൊക്കെ സപ്ലിമിനലായിട്ടുള്ള മീനിങ് ഉണ്ട്. ഒരു ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകത്തിൽ മീനിങ് ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ആ ടീഷർട്ട് നിങ്ങൾ എടുക്കരുത്. ചിലത് ഭയങ്കര നെഗറ്റീവ് മീനിങ് ആണ്. റോണി ജെയിംസ് ഡിയോ ബ്ലാക്ക് സബത്തിൻ്റെ ഒരു പാട്ടുകാരനായിരുന്നു. ബ്ലാക്ക് സബത്ത് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പാട്ടുകാരനായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഔക്കൾട്ടുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അവർ ഈ ഗസ്റ്റേഴ്സിനെ ഉപയോഗിക്കുന്നു. സൈത്താനിക് ഹോൺ എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ തള്ളവരിൽ മടക്കിയ ആക്യുറസിയിലല്ല അവരൊന്നും ഇത് ഉപയോഗിക്കുന്നത്. അവരെ ഏത് വിധത്തിലും സാത്താനെ പുകഴ്ത്താനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ ഈ സൈത്താൻ എന്ന് കൂടുതൽ പറയുന്നത് ഹിന്ദി കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ പറയില്ലേ ഈ സാധാരണ ഈ സൈത്താനെന്ന് ഉപയോഗിക്കുന്നത് മറ്റ് ചില മതക്കാരാണ്, അവരുമായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ കയറി പറഞ്ഞു കളയുന്ന ഒരു കാലമാണ്. ഹിന്ദിയിൽ സൈത്താൻ എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയിച്ച് പോയത് സാത്താന്യമായ ഓക്കെ പ്യുവർ മലയാളം പറയുകയാണെങ്കിൽ ഓക്കെ. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൈൻ ഐ ലവ് യു മാത്രമല്ല, ഈ സൈൻ ഇങ്ങനെയും ഒരു അർത്ഥമുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടേണിംഗ് പോയിൻ്റ് USA ഭാവിയെക്കുറിച്ച് ഞാനൊരു കൺസേൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് എത്ര ഗഹനമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചാർലി കിർക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻസിൽ ഈ അടുത്ത സമയത്ത് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു വ്യതിയാനം, അദ്ദേഹം ശബത്തിനെക്കുറിച്ച്, ജൂയിഷ് ശബത്തിനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങളിലായിരുന്നു. ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം മരിച്ചു. ആ പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിനൽ സ്റ്റാൻഡിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നു. കാരണം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിൻ്റെ ചില ഡീറ്റെയിൽസ് പറഞ്ഞു. അതായത് യഹൂദ സഭയുടെ ശബത്ത് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം, ഞായറാഴ്ച ആരാധന ശബത്ത് ദിവസം മാറ്റണമെന്ന് സൗദഡേക്കാരുടെ കൂട്ടല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് റെസ്റ്റ് എടുക്കുന്ന ദിവസമായിട്ട് ഈ പറഞ്ഞ സാറ്റർഡേ മാറ്റണം. അദ്ദേഹം അതിന് കാരണം പറഞ്ഞു, ജൂയിഷ് റൂട്ടിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. ഇവിടെ പല പ്രേക്ഷകർക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ കാലത്ത് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരുപദേശമാണ് ജൂയിഷ് റൂട്ട്സ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് യഹൂദന്മാരുടെ സഭയുമായിട്ട് ക്രിസ്തീയ സഭ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ക്രിസ്തീയ സഭയുടെ റൂട്ട് അവിടെയാണ് കിടക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് പൗള വൈറ്റ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ആ ഇൻ്റർവ്യൂവിൽ ആ സ്ത്രീ പറയുന്നു, പൗള വൈറ്റ് പറയുന്നു, ക്രിസ്ത്യൻസിൻ്റെ റൂട്ട് യഹൂദന്മാരിലാണ്. അപ്പോൾ നിങ്ങൾ പറയും ശരിയില്ല പാസ്റ്റർ, അത് അല്ല. ക്രിസ്തീയ സഭ പണ്ട് നമ്മുടെ വി.എ. തോമസ് സാറ്, പഴയ ദേവദാസനാണ് കേട്ടോ, മരിച്ചുപോയി, പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ആശയങ്ങൾ ഇന്നും ലോകം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വി.എ. തോമസ് സാറ് പണ്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു സെൻറ്റൻസ് ആയിരുന്നു, ജെറുസലേം ദേവാലയത്തിന് ചാർത്ത് വെച്ചതല്ല പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൻ്റെ എക്സ്റ്റൻഷൻ അല്ല പുതിയ നിയമസഭ. പുതിയ നിയമസഭ ദൈവത്തിൻ്റെ തിരുവുള്ളത്തിൽ മറഞ്ഞു നിന്ന മർമ്മമാണ്. പഴയ നിയമ യഹൂദ സഭയുമായിട്ട് പുതിയ നിയമസഭയ്ക്ക് ഒരു ബന്ധവുമില്ല. പുതിയ നിയമസഭ മണവാട്ടിയാണ്. ഞാൻ ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്നു. ഈ കാലത്ത് ജൂയിഷ് റൂട്ടൊക്കെ പറഞ്ഞിട്ട് ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കാത്ത കുറേ ദുരുപദേശക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പൗള വൈറ്റും ഈ ചാർലി കിർക്കുമൊക്കെ അതിൻ്റെ പാതയിലാണ്. അമേരിക്കൻ വലതുപക്ഷം പടിപടിയായി അതിൻ്റെ പാതയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇസ്രായേലിനെ അവരുടെ യുദ്ധങ്ങളിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ പിന്നിൽ കത്തി നിൽക്കുന്നത് ഈ പറഞ്ഞ ജൂയിഷ് റൂട്ട് ചിന്തകളാണ്. ഇത് എത്രമാത്രം ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. സങ്കടമുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ആഴത്തിലുള്ള സബ്ജക്റ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു വചനപരിജ്ഞാനമില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയില്ല. നിങ്ങൾ പോകുന്ന സഭകളിൽ ഇന്ന് വചനം പഠിപ്പിക്കുന്നില്ല. അവർ ഈ പ്രോസ്പെരിറ്റിയും സൗഖ്യവും വിടുതലും പിന്നെ ഈ സ്തോത്രകാഴ്ച പിരിക്കാൻ 1 വെച്ചാൽ 10 കിട്ടും ഇട് അല്ലേ, പണ്ട് പറയുന്നല്ലോ വെയ് രാജാ വെയ്, ഈ പരിപാടിയാണ് സഭകളിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് സത്യത്തിൽ വേദപുസ്തകം നന്നായിട്ട് അറിയത്തില്ല. ഇതെൻ്റെ പ്രശ്നം. ദുരുപദേശം കണ്ടാലും ദുരുപദേശമാണെന്ന് മനസ്സിലാകത്തില്ല. ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങളെപ്പോലുള്ളവർ അതിനെ ആ ഉപദേശത്തെ ഖണ്ഡിക്കുമ്പോൾ, വ്യക്തികളെ നമ്മൾ പരസ്യമായി ഒന്നും പറയാറില്ല, പക്ഷെ ഉപദേശങ്ങളെ ഖണ്ഡിക്കുമ്പോൾ ആളുകൾ പറയും ഇയാളെന്തോ പാസ്റ്ററാടെ, നല്ല നല്ല പാസ്റ്റർമാരെ ഇയാൾ എതിര് സംസാരിക്കുന്നു. സത്യത്തിൽ നമ്മുടെ പ്രേക്ഷകരെ കഥയറിയാതെ ആട്ടം കാണുകയാണ്. കഥയറിയണം.
നന്നായിട്ട് പഠിക്കണം വേദപുസ്തകം. സങ്കടമുണ്ട് ഇങ്ങനെ വികാരഭരിതനായി സംസാരിക്കേണ്ടി വരുന്നതിൽ. നമ്മുടെ പ്രിയമുള്ള ദൈവമക്കളുടെ ആത്മീക വിഷയങ്ങളിലുള്ള അറിവില്ലായ്മ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞത് ചാർലി കിർക്കിൻ്റെ ഡോക്ട്രിൻസിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനിത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് കേട്ടോ. ചാർലി കിർക്കിൻ്റെ മറിയം ഭക്തി, ചാർലി കിർക്കിൻ്റെ ശബത്തിൻ്റെ വിഷയം, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിശകലനം ചെയ്തൊരു വീഡിയോ ചെയ്തത്. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ചാർലി കിർക്കിനെ ശബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മറിയം ഭക്തിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ: മറിയത്തെ റെസ്പെക്റ്റ് ചെയ്യണം. അത് നമ്മളെല്ലാവരും ചെയ്യുന്നു. മറിയത്തെ ആരാധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പോൾ ചാർലി കിർക്കിൻ്റെ ഡോക്ടറിന് ഇത്രയും മാത്രമാണോ പ്രശ്നം? അല്ല, അല്പം കൂടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അതായത് ടേണിംഗ് പോയിൻ്റ് USA ഭാവി എന്താകുമെന്ന് ഞാൻ ആശങ്കയോടുകൂടെ ചിന്തിക്കുന്നത്. ചാർലി കിർക്കിൻ്റെ ഭാര്യ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും അവരിന്നും അറിയപ്പെടുന്നത് ഒരു പ്രാക്ടീസിങ് കാത്തലിക്കായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അതിനെന്താ പ്രശ്നം? അതിന് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ടേണിംഗ് പോയിൻ്റ് USA ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ബിഷപ്പ്, അമേരിക്കയിലെ ഒരു ബിഷപ്പ് അവകാശപ്പെട്ടു കഴിഞ്ഞ ഇടയിൽ ചാർലി കിർക്കുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ചാർലി കിർക്ക് പറഞ്ഞു താൻ കാത്തലിക് ചർച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഇന്ന് വരെ ചാർലി കിർക്ക് അറിഞ്ഞിരുന്നത് ഒരു ഇവാഞ്ചലിക്കൽ, ഒരു പെൻറ്റിക്കോസ്റ്റൽ ഡോക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന വ്യക്തിയായിട്ടാണ്. അദ്ദേഹം മെമ്പർഷിപ്പുള്ള, അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്ന ആ കാൽവറി ആ ചർച്ച് പെൻറ്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടുള്ള ചർച്ചാണ്, ഇവാഞ്ചലിക്കൽ സഭയായിട്ട് അറിയപ്പെടുന്നെങ്കിലും. അപ്പോൾ ചാർലി കിർക്കിൻ്റെ ഡോക്ടറിന് ഇന്ന് വരെ ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽ ഡോക്ടറിനാണ്, അതായത് അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചാർലി കിർക്ക് നിന്നിട്ടുള്ളത്. ടേണിംഗ് പോയിൻ്റ് USAയും അതുകൊണ്ട് തന്നെ തിയോളജിക്കലി ബേസ് ചെയ്തിരിക്കുന്നത് ഇവാഞ്ചലിക്കൽ ഒരു ആശയത്തിലാണ്. പക്ഷേ ആ ബിഷപ്പ് പറയുന്നു ചാർലി കിർക്ക് കാത്തലിക് ചർച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ മറിയത്തെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമാകുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത്. ഇനി ചാർലി കിർക്കിൻ്റെ ഭാര്യ ഇത്രയും നാളായിട്ടും അവർ ഇവാഞ്ചലിക്കൽ ഫെയ്ത്തിലേക്ക് ഭർത്താവിൻ്റെ കൂടെ വരാതെ അവർ രണ്ടുപേരും രണ്ട് ഫെയ്ത്തിൽ നിൽക്കുകയാണ്. ഇത് എത്ര പേർക്കറിയാം? അവരിന്നും പ്രാക്ടീസിങ് കാത്തലിക് ആണെന്നാണ് അവരുടെ ലോക്കൽ ചർച്ച്, അവർ അറ്റൻഡ് ചെയ്യുന്ന ചർച്ച് കാത്തലിക് ചർച്ച് എന്നുള്ളത് ഇന്ന് മീഡിയ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആശയപരമായിട്ട് രണ്ട് വിധത്തിലാണ് ഇവർ നിന്നിരുന്നത്. ചാർലി കിർക്കിൻ്റെ ഭാര്യയുടെ സ്വാധീനം കൊണ്ടാണ് അദ്ദേഹം കാത്തലിക് ചർച്ചിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യപ്പെട്ടതെന്നും എന്ന് ചില കാത്തലിക്സ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പ്രൊട്ടസ്റ്റൻ്റുകാരനായിട്ടും ഇവാഞ്ചലിക്കലായിട്ടും ചാർലി കിർക്കിന് കാത്തലിക് ചർച്ചിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടാനുള്ള കാരണം എന്താ? കാത്തലിക് ചർച്ച് അകമഴിഞ്ഞ് ചാർലി കിർക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും വീഡിയോകൾ ചെയ്യാൻ കാരണം എന്താ? അദ്ദേഹത്തിന് ഒരു കാത്തലിക് ചായ്വ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ എറിക്ക കിർക്ക് ഒരു കാത്തലിക് വിശ്വാസിയാണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഡിനോമിനേഷൻസിനെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ വൈരാഗ്യം പറയാൻ വേണ്ടിയോ ഒന്നുമല്ല പ്രിയമുള്ളവർ ഇത് പറയുന്നത്. ടേണിംഗ് പോയിൻ്റ് USA ഒരു ഇവാഞ്ചലിക്കൽ ഫൗണ്ടേഷനിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, എറിക്ക കിർക്ക് എന്ന് പറയുന്ന പ്രാക്ടീസിങ് കാത്തലിക്ക് അതിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ ഇനിയും ടേണിംഗ് പോയിൻ്റ് USA ഏത് വിധത്തിൽ അതിൻ്റെ തിയോളജിക്കൽ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യും? അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ടേണിംഗ് പോയിൻ്റ് USAക്ക് നല്ല വചനത്തിൽ തിയോളജിയിൽ അറിവുള്ള ദൈവദാസന്മാരുടെ നേതൃത്വം ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പിന്നെയും പറയുന്നു, ടേണിംഗ് പോയിൻ്റ് USA ഹൈജാക്ക് ചെയ്യപ്പെടും. ഹൈജാക്ക് ചെയ്യപ്പെടാൻ ഒരു കാരണം കൂടെ ഉണ്ട്. എന്താ കാരണം എന്നറിയാമോ? ചാർലി കിർക്കായിരുന്നു ഈ പറഞ്ഞ വലതുപക്ഷ പാർട്ടികളുടെ ഒരു മസിഹായായിട്ട് കഴിഞ്ഞ നാളുകളിൽ വർത്തിച്ചിരുന്നത്. ഇപ്പോൾ അത് എറിക്ക കിർക്കായിരിക്കുന്നു. വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിയിണക്കുവാൻ കിട്ടുന്ന പുതിയ മസിഹയാണ് എറിക്ക കിർക്ക്. അപ്പം ഞാൻ ബേസിക്കലി മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുന്നതിന് എതിരാണ്. ഞാൻ മാത്രമല്ല, ചാർലി കിർക്കും അങ്ങനെയായിരുന്നു. ചാർലി കിർക്ക് ടേണിംഗ് പോയിൻ്റ് USA തുടങ്ങിയപ്പോൾ സെക്കുലർ ആയിരുന്നു, മതവും രാഷ്ട്രീയവും ബന്ധപ്പെടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ആളാണ്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? മതത്തിൻ്റെ വക്താവായി രാഷ്ട്രീയക്കാരനായി മാറി. അതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട്. ടേണിംഗ് പോയിൻ്റ് USAയുടെ വളർച്ചയുടെ രഹസ്യം അതാണ്. ഇന്ത്യയിലൊക്കെ ചില ബാബാമാരെ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്ത് വളർത്താറില്ലേ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. ഇതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോടുകൂടെ വളർന്ന, അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണ് ടേണിംഗ് പോയിൻ്റ് USA. ചാർലി കിർക്ക്
നാളെ ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു പ്രവചനം പോലെ നിങ്ങൾ എഴുതിയിട്ടോ. ചാർലി കിർക്കിൻ്റെ മരണനിമിത്തം പൊളിറ്റിക്കൽ പാർട്ടികൾ അതിനെ മുതലെടുക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ സാമാന്യ ജനത്തിനിടയിൽ ഒരു നവോത്ഥാനം, ഒരു നവീകരണം, ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ഈ ഉണർവ് പക്ഷേ സങ്കടം എന്ന് പറയട്ടെ, സ്റ്റേറ്റ് സ്പോൺസേഡ് ഉണർവാണ്, ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഉണർവ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക നല്ലതല്ലേ പാസ്റ്ററെ? അല്ല. ലോക ചരിത്രം പഠിച്ചാൽ, ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് റിവൈവൽ, ഉണർവിൻ്റെ ചരിത്രം ദീർഘവർഷങ്ങളായി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലോകത്തിൽ എവിടെയൊക്കെ ഉണർവുണ്ടായിട്ടുണ്ടോ ആ ഉണർവിനെക്കുറിച്ച് കിട്ടാവുന്നിടത്തോളം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതെൻ്റെ മെയിൻ സബ്ജക്റ്റാണ്. ഞാൻ പഠിച്ച ചരിത്രത്തിൻ്റെ പാഠത്തിൽ നിന്ന് പറയാം, എവിടെയൊക്കെ ഉണർവിനെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടോ ആ ഉണർവുകളെ ആ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത് സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? എവിടെയൊക്കെ ഉണർവുണ്ടായാലും വേർപാടിൻ്റെ നടിച്ചുവരിനെ അതിടിക്കും. വേർപാടിൻ്റെ നടിച്ചുവരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിലെ ഒരു പ്രയോഗമാണ്, ക്രിസ്തു നിമിത്തം ഒന്നാകുക എന്ന ആശയം. റിവൈവൽ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിർ വരമ്പുകൾ മാറി ജനം ഒന്നിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റോ പാർട്ടിയോ സ്പോൺസർ ചെയ്യുന്ന റിവൈവൽ, അവരുടെ കസ്റ്റഡിയിൽ വെക്കുന്ന റിവൈവൽ ഒരു കൂട്ടത്തെ ഈ റിവൈവലിൻ്റെ ബദ്ധശത്രുക്കളൊക്കെ മാറ്റും. വേർപാടിൻ്റെ നടിച്ചുവര് ഇടിയുകയല്ല, വലിയ മതിൽക്കെട്ടുകൾ ഇടയ്ക്ക് വളരും. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ചാർലി കിർക്കിൻ്റെ മരണത്തിലൂടെ ഉണ്ടായ റിവൈവൽ, അതൊരു നല്ല റിവൈവലായി മുൻപോട്ട് പോയാൽ ലിബറൽസും വലതുപക്ഷക്കാരും എല്ലാം ഒരു കുടക്കീഴിൽ യേശുവിൻ്റെ സ്നേഹം അറിയും. അത് ശരിയായ റിവൈവൽ. പക്ഷെ അങ്ങനെ അറിയാതെ വലതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നിട്ട് നിർത്തുന്ന ഒരു റിവൈവലായിട്ട് ചാർലി കിർക്കിൻ്റെ മരണം അത് തീർന്നാൽ ചാർലി കിർക്കിൻ്റെ മരണം വേസ്റ്റായി പോകുന്നു. ആ മാട്ടിടം, ആ രക്തസാക്ഷിത്വം വേസ്റ്റായി പോകുന്നു. അത് നിമിത്തമുണ്ടാകുന്ന ഉണർവിനെ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ ആശയങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു. മറുഭാഗത്ത് ഒരു വലിയ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് തീവ്ര ആശയങ്ങളുള്ള ഒരു ഇടതുപക്ഷം അപ്പുറത്ത് ശക്തമായി ഉയർന്നു വരും. ഇതൊക്കെയാണ് ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉണർവിൻ്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. എല്ലാ ഉണർവിനെ ഹൈജാക്ക് ചെയ്യുവാൻ സാത്താൻ ഉപയോഗിച്ച ചില തന്ത്രങ്ങളുണ്ട്. എല്ലാ ഉണർവിനെയും, ലോകചരിത്രത്തിലെ ഉണർവിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കുക. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. അസൂസ സ്ട്രീറ്റ് റിവൈവൽ, വില്യം ജെ സെയ്മൂറിൻ്റെ ഉണർവിനെ സാത്താൻ ഹൈജാക്ക് ചെയ്തു. അതിനുപയോഗിച്ചത് 2 സ്ത്രീകളെയാണ്. അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന 2 സ്ത്രീകളെ തമ്മിലടുപ്പിച്ചു. 2 പേർക്കും അദ്ദേഹത്തെ വിവാഹം കഴിക്കണം. ചരിത്രം നിങ്ങൾ പഠിക്കണം. അവസാനം വില്യം ജെ സെയ്മൂറിനെ വഴിയിലടക്കി അസൂസ സ്ട്രീറ്റ് റിവൈവലിനെ കെടുത്തി. നിങ്ങൾക്കറിയാമോ, ഇവാൻ റോബർട്ട്സ്, വെയിൽസിലെ ഉണർവ്, ഇവാൻ റോബർട്ട്സിനെ, ആ ഉണർവിനെ സാത്താൻ ഹൈജാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് ഒരു സ്ത്രീയെയാണ്. ഇവാൻ റോബർട്ട്സിനെ ആ സ്ത്രീ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒളിവിൽ പാർപ്പിച്ചു. ആ മനുഷ്യനെ വെച്ച് മുതലെടുത്തു. അദ്ദേഹത്തെ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിച്ച് അതുകൊണ്ട് പണമുണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു സ്വാധീനത്തിൽ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഉണർവിൻ്റെ ജാല കെട്ടടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഉണർവിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു ഭയമുണ്ട്. ഈ പറഞ്ഞ ടേണിംഗ് പോയിൻ്റ് USA ആ മോമെൻ്റ് ഇന്ന് പ്രാപിക്കുന്ന ശക്തി, ചാർലി കിർക്കിൻ്റെ മരണത്തിലൂടെയുണ്ടായ ഉണർവിനെ സാത്താൻ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്നത് ഒരു കാരണമായി തീരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ അസൂസ സ്ട്രീറ്റ് ഉണർവിനെയോ ഇവാൻ റോബർട്ട്സിനെ കെടുത്താൻ ഉപയോഗിച്ചതുപോലെ ഏതെങ്കിലും ഇസബേലിൻ്റെ ആത്മാവുമായി ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പ്രവചനം പോലെ ഞാൻ പറയുകയാണ്. അതായത് ഈ ഉണർവിനെ നാളെ ശത്രു പിശാച് ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പോട് കാണിക്കാം. ഇതാർക്ക് വേണ്ടിയാണ്? ഇങ്ങനെയുള്ള സൈൻ ലാംഗ്വേജ് നമ്മുടെ ഇടയിൽ തന്നെ കാണിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി. ഇനിയും ദയവായിട്ട് നിങ്ങളിത് കാണിക്കരുത് എന്ന ഒരു അവയർനെസ് നൽകുവാൻ സതുദ്ദേശത്തോടു കൂടെ കാണിക്കുകയാണ് എൻ്റെ ഒരു പഴയ വീഡിയോയുടെ ചെറിയ ഭാഗം. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിനല്ലേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. സംസാരിക്കാൻ പറ്റാത്തവർക്ക് സയൻസിലൂടെ സംസാരിക്കാൻ പറ്റും. ഇതുപോലെ സാത്താൻ സഭക്കാർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സൈൻ ലാംഗ്വേജിലൂടെയാണ്. ഞാൻ ചില ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ചിന്തിക്കുന്നു. ഇതൊക്കെ പോപ്പുലറായിട്ടുള്ള ചില സയൻസാണ്. ഒത്തിരി ഈ സാധാന്യമായ സയൻസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുപ്പക്കാരൊക്കെ ഈ 2 വിരൽ
അതായത് ഒരു കൈയുടെ, ഞാൻ ആ രൂപം കാണിക്കുന്നില്ല, കൈയുടെ 2 വിരലുകൾ, നടുക്കത്തെ 2 വിരലുകൾ വളച്ചു പിടിച്ച് ബാക്കി 2 വിരലുകൾ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്ന ഒരു യോയോ എന്ന് പറയുന്ന ഒരു ചിഹ്നം. ഇത് വളരെ പ്യുവറായിട്ട് ഒരു സൈത്താനിക് ഒരു സൈനാണ്. ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു സൈത്താനിക് സൈനാണ്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഈ യോയോ സിമ്പിളാണ് കാണിക്കുന്നത്. നമ്മുടെ ബന്ധക്കോസുകാർ പിള്ളേർ പോലും ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിനെ സൈത്താനിക് ഹോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഡെവിൾസ് ഹോൺസ് അല്ലെങ്കിൽ എൽ ഡയബോളോ എന്നാണ് ഈ ചിഹ്നത്തിന് അറിയപ്പെടുന്നത്. സാത്താൻ്റെ കൊമ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ല, ബന്ധക്കോസുകാരെന്ന് മാത്രമല്ല, പാസ്റ്റർമാർ പോലും ചിലപ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് യോയോ ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ചിത്രം, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഞാൻ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ചിത്രം ഒരു പാസ്റ്ററുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെതായി വന്ന ചിത്രത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് ആളുകളെ അനുഗ്രഹിക്കുക. എന്താ കാണിച്ചിരിക്കുന്നത്? പ്യുവറായിട്ട് യോയോ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. പാസ്റ്റർ അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പിള്ളേരെയൊക്കെ ഒന്ന് ഇളക്കണമെങ്കിൽ ഈ കാലത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ പാസ്റ്ററും ഒരു നൂജൻ പാസ്റ്ററാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ കാണിച്ചേ മതിയാകത്തുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിന് തോന്നിക്കാണും. അതെന്താണെന്നറിയാതെ അദ്ദേഹം കൈ ഉയർത്തി കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മാറ്റിയിട്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. അറിയാതെയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ നമ്മൾ കാണിക്കുവാൻ പാടില്ല. ഇത് സൈൻ ലാംഗ്വേജാണ്, ഇതിനകത്തൊക്കെ മീനിങ് ഉണ്ട്. ഈ ഒരു വിരലുകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ സാത്താനെ സ്തുതിക്കുന്ന ഒരു ആക്ഷനാണെന്നുള്ളത് നമ്മൾ മറന്നുപോകില്ല. പണ്ടൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള മറ്റൊരു ചിഹ്നമായിരുന്നു വി ഫോർ വിക്ടറി എന്ന് പറയുന്ന ഒരു ചിഹ്നം. 2 വിരലുകൾ ഉയർത്തി കാണിച്ചിട്ട് വി കാണിക്കുന്ന ഒരു ചിഹ്നം. സത്യത്തിൽ അതിൻ്റെ പിന്നിലും സൈറ്റാനിക്കായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിലാണ് ഈ ഒരു ചിഹ്നത്തെ പോപ്പുലറാക്കിയത്. 2ാം ലോക മഹായുദ്ധകാലത്ത് നമ്മൾ ജയിക്കുമെന്ന അർത്ഥത്തിൽ പട്ടാളക്കാരെ അദ്ദേഹം 2 വിരലുകൾ ഉയർത്തി വി ഫോർ വിക്ടറി കാണിച്ച് അങ്ങനെയാണ് ആ ചിഹ്നം വിക്ടറിയുടെ ഒരു അടയാളമായി മാറിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ഫ്രീ മാഷൻസിൻ്റെ ഒക്കെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ചിഹ്നമായിരുന്നു ഈ വി ഫോർ വിക്ടറി എന്നുള്ള ആ 2 വിരൽ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ അവരതിനെ അർത്ഥമാക്കിയത് വി ഫോർ വിക്ടറി അല്ല. അത് ഈ വി എന്നുള്ള ആ ഒരു ഷേപ്പ് ഈ റോമൻ സംഖ്യകളിൽ 5 എന്ന് പറയുന്ന നമ്പറിനെ കാണിക്കുന്നതാണ്. അപ്പോൾ 5 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുമ്പോൾ അത് പെൻറ്റഗൺ, സൈറ്റാനിക് പെൻറ്റഗൺ എന്ന് പറയും. 5 അഗ്രങ്ങളുള്ള, 5 ആംസുള്ള, 5 കൈകളുള്ള ആ ഒരു നക്ഷത്രം, സൈത്താനിക് നക്ഷത്രമുണ്ട്, തലകീഴായിട്ടുള്ള ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ കാണിക്കുന്നതാണ് ഈ വി എന്ന് പറയുന്ന 5 എന്നാണ് ഈ വിൻസ്റ്റൺ ചർച്ചിൽ ഇതിനെ പോപ്പുലറാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതിൻ്റെ അർത്ഥം. നമ്മളീ പലരും ഫോട്ടോ എടുക്കുമ്പോൾ പണ്ടൊക്കെ വി കാണിക്കുമായിരുന്നു, ഇപ്പോൾ വി മാറ്റിയിട്ട് യോയോ സിമ്പിൾ കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ചിത്രം, അതായത് മോൺസ്റ്റർ എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജി ഡ്രിങ്കിൻ്റെ ഒക്കെ പുറത്ത് ഏതോ ഒരു വന്യമൃഗം ഇങ്ങനെ വിരലുകൊണ്ട് മാന്തിയതുപോലെ, നഖം കൊണ്ട് മാന്തിയതുപോലെയുള്ള ഒരു പാടുണ്ട്. ബീസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ, അല്ലെങ്കിൽ മോൺസ്റ്റർ എനർജി. അപ്പോൾ മോൺസ്റ്റർ മാന്തിയതാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ സത്യത്തിൽ ഇതെന്താണെന്നറിയാമോ? ഇത് 666 ആണ്. അതായത് ഹീബ്രു ന്യൂമറൽസിൽ 6 എന്നുള്ളത് എഴുതുന്ന ആ രൂപമാണ് 3 വരയായിട്ടിട്ടിരിക്കുന്നത്. 666 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ എത്രയോ നമ്മൾ അറിയാതെ തന്നെ എത്രയോ സാത്താന്യമായ സിമ്പിൾസ് പ്രചാരത്തിലുണ്ടെന്ന് അറിയാമോ? ഈ ചില കമ്പനികളൊക്കെ സാത്താന്യമായ സിമ്പിൾസിനെ അവരുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരു പരസ്യം, അതിനകത്ത് അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യമാണ്. അവൻ വരുന്നു, ആരാ വരുന്നത്? പിന്നെ ഒരു കൊമ്പൊക്കെ ഉള്ളൊരു ചെകുത്താനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അവർ വെച്ചിരിക്കുന്ന വില 666. അപ്പോൾ 666 അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാത്താൻ്റെ മുഖമൊക്കെ കാണിച്ചിട്ട് അവർ ആ പരസ്യം കൊടുക്കുകയാണ്. ഇൻ്റർനെറ്റ് കമ്പനിയുടെ പരസ്യമാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഈ സിഫി എന്ന് പറയുന്ന ഒരു നെറ്റ് പ്രൊവൈഡർ ഉണ്ടായിരുന്നു, അവരുടെ ഒരു പരസ്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ സാത്താനെ കൂട്ടുപിടിച്ച് ഈ പറഞ്ഞതുപോലെ തെറ്റായ ഒരു തിന്മയുടെ മാർഗത്തെ കൂട്ടുപിടിച്ച് ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന, വളരുവാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകൾ, സിനിമാക്കാർ, പാട്ടുകാർ, ഇവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ കൂടിയാണ് ഇത്തരം തിന്മകളെ നമ്മുടെ സമൂഹത്തിൽ പരത്തുന്നത്. ഞാൻ കുറേ സയൻസ് ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. സൈത്താനിക് ഹോൺ, അതുപോലെ ഈ പറഞ്ഞ മോൺസ്റ്ററിൻ്റെ അടയാളം, യോയോ സിമ്പൽ. ഈ മനുഷ്യൻ കണ്ടില്ലേ, കണ്ണ്
എൻ്റെ മുമ്പിൽ ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കുന്ന ഒരു അടയാളം. ഇത് 666 ആണ്. ആ റൗണ്ട് പിടിച്ചിരിക്കുന്ന ഭുജവും 3 വിരലുകൾ ഉയർന്നിരിക്കുന്നതും ഓരോന്നും ഓരോ 6 അവർ സങ്കല്പിക്കുന്നത്. അങ്ങനെ ഒത്തിരി സൈതാനിക് സിമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ചില ചിത്രങ്ങളിലൂടെ, ചില പദങ്ങളിലൂടെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ ഇതിന് സ്ഥാനം പിടിക്കുവാനാണ് സാത്താന്യമാകുന്ന ആരാധനയെ പിന്തുണയ്ക്കുന്നവർ ശ്രമിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. എന്നാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്